നമ്മുടെ ഗതാഗത വകുപ്പിൻ്റെ 50 ദിവസം പിന്നിട്ടിരിക്കുന്നു, എല്ലാ വകുപ്പുകളെയും പോലെ തന്നെ. അപ്പോൾ ഈ വകുപ്പിൻ്റെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാനും നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ കേൾക്കാനും ചോദ്യങ്ങൾ ശ്രദ്ധിക്കാനുമാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആദ്യമായി പ്രസ് കോൺഫറൻസ് തുടങ്ങുന്ന ഉടനെ തന്നെ എനിക്ക് പറയാനുള്ളത്, KSRTCയിലൂടെ ഗവൺമെൻറ് നടപ്പാക്കിയ പ്രിയദർശിനി പദ്ധതി, ആ പദ്ധതി ഒരു വമ്പിച്ച വിജയമായി തീർന്നതിൻ്റെ പ്രധാനമായ കാരണം മാധ്യമങ്ങൾ ആ പദ്ധതിക്ക് നൽകിയ തുറന്ന പിന്തുണയാണ്. ഒരു മാസം പിന്നിടുമ്പോൾ, ഇന്നലെ ഒരു മാസം പിന്നിട്ടു, ഒരു മാസം പിന്നിടുമ്പോൾ ആ പ്രിയദർശിനി പദ്ധതി എവിടെ നിൽക്കുന്നുവെന്നും മാധ്യമങ്ങൾ ഇന്നലെ വളരെ ഭംഗിയായി ജനങ്ങളോട് എത്തിക്കുകയും അതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ പിന്തുണ നമ്മുടെ ഗതാഗത വകുപ്പിനും അതുപോലെ തന്നെ KSRTCക്കുമെല്ലാം തുടർന്നും നൽകണമെന്ന് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രിയദർശിനി പദ്ധതിയിൽ ഇപ്പോൾ ഇന്നലെ അവസാനിച്ച ഒരു മാസത്തിനിടയിൽ 3.81 കോടി യാത്രകളാണ് നടന്നിട്ടുള്ളത്. യാത്രക്കാരല്ല, യാത്രകൾ. ഒരാൾ തന്നെ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ടാവും. ഫ്രീ ജേണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫ്രീ ജേണീസ്. 3.81 യാത്രകൾ നടന്നു. അത് നമ്മുടെ ജനസംഖ്യയേക്കാളും കൂടുതലാണ്, എങ്കിലും അതൊരു രസകരമായ ഒരു കണക്കാണ്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. 64% ആളുകളും ഇന്നിപ്പോൾ സ്ത്രീകളാണ്. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവറേജ് വാല്യൂ, ഒരു ടിക്കറ്റിൻ്റെ ആവറേജ് വാല്യൂ 21 രൂപയാണ്. ഇത്തരത്തിലുള്ള നിരവധി കണക്കുകളുണ്ട്. ഞാനെല്ലാം വിസ്തരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് അത് പബ്ലിക് ഡൊമൈനിൽ നൽകാൻ സാധിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ നെറുകയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നു. സ്ത്രീകളുടെ വരുമാന വർധനവുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PhD ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ ചുമതലയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രീ ചിത്ര എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ KSRTC സർവീസുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും തന്നെ ഞാൻ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പരിസ്ഥിതിയിലും ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും അത് രസകരമായിട്ട് കൗതുകകരമായിട്ട് തോന്നും. നമ്മുടെ വണ്ടികൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 1000 പാസഞ്ചറിന് 504 കിലോഗ്രാം ആയിരുന്നു. എന്നാൽ അത് 404 കിലോഗ്രാമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ KSRTC ക്ലീനറായി, എയർ പെർ ക്യാപിറ്റ നമ്മൾ നോക്കുന്ന സമയത്ത്
ക്ഷമിക്കണം, കുറച്ചുകൂടെ ക്ലീൻ എയറാണ് നമ്മളിപ്പോൾ പെർ ക്യാപിറ്റ കൊടുക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് എല്ലാം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതുകൊണ്ട്, ആളുകളെ കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് CO2 കാർബൺ ഡയോക്സൈഡ് പെർ 1000 പാസഞ്ചേഴ്സ് 504 അത് 404 100 കിലോഗ്രാം, അത് ഒരു സൈസബിൾ നമ്പറാണ്, കുറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കണക്കുകൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതെല്ലാം ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയേണ്ടതായിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പ്രിയദർശിനിയുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്പിൽ 1 സ്റ്റാർ 2 സ്റ്റാർ 5 4 സ്റ്റാർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 സ്റ്റാറുകൾ 11,572 ആണെങ്കിൽ 1 സ്റ്റാർ വെറും 1,227 മാത്രമാണ്. അത് നല്ലതാണെന്ന് പറഞ്ഞ ആളുകളിൽ തന്നെ 5 സ്റ്റാറിലും പ്രസ് ചെയ്തവരാണ് 1 സ്റ്റാറിൽ പ്രസ് ചെയ്തവരുടെക്കാൾ എത്രയോ കൂടുതൽ, അതായത് 10 ഇരട്ടി ആളുകൾ. 1 സ്റ്റാറിൽ പ്രസ് ചെയ്തതിൻ്റെ 10 ഇരട്ടി ആളുകൾ 5 സ്റ്റാറിലും പ്രസ് ചെയ്തിട്ടുണ്ട്. അതേസമയം 2 സ്റ്റാറിൽ പ്രസ് ചെയ്തതൊക്കെ വളരെ കുറവാണ്. എന്തായാലും അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററുകളും പഠനത്തിൻ്റെ കാര്യമാണ്. ഞാനതെല്ലാം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യം ഉള്ള ആളുകൾക്ക് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തരാൻ KSRTC എപ്പോഴും വില്ലിംഗ് ആയിരിക്കും. മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇത് ടൂറിസം സെക്ടറിനെ കൂടി ബാധിക്കുന്നതുകൊണ്ട് നല്ല അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ മലക്കപ്പാറ, ചാലക്കുടിയിലുള്ള മലക്കപ്പാറ സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന സ്ഥലമല്ല, അത് ടൂറിസത്തിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ്. അവിടെ 48% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പാസഞ്ചറിന്. ഏതാണ്ട് പകുതിയിലധികം ആൾക്കാർ, 10 പേര് പോകുന്നത് 15 ആൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്കത് ബെനിഫിറ്റഡ് ആവുമല്ലോ, അവിടുത്തെ ലോക്കൽ പബ്ലിക്കിനും അത് ബെനിഫിറ്റഡ് ആവും. അപ്പോൾ ഗവി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു വനമാണ് ഗവി എന്ന് പറയുന്നത്. അവിടേക്ക് 30% ആളുകൾ കൂടുതൽ പോയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് 46% ആൾക്കാർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊന്മുടിയിലേക്ക് ഏതാണ്ട് 31% ആളുകൾ അധികം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിൽ സ്റ്റേഷനിലുള്ള നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വളരെയധികം ആളുകൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടുതൽ ആളുകൾ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് സാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ, എങ്കിലും അതൊക്കെ നമുക്കിനി മിറ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് ആദ്യമുഖമായിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വലിയ പിന്തുണ നൽകി. ജനങ്ങളും അത് നല്ല രീതിയിൽ അതിനെ പിന്താങ്ങിയെന്ന് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷം വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു സമീപനം, അതിനെ എതിർക്കുന്നതോ അതിനെ വേണ്ടാന്ന് പറയുന്നതുമായിട്ടുള്ള, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നുള്ളതിൽ പ്രതിപക്ഷ കക്ഷികളോട് ഞങ്ങൾക്ക് വളരെയധികം, രാഷ്ട്രീയം ഞാൻ പറയാണ്, വളരെ തൃപ്തിയാണുള്ളത്. അവരുടെ സംഘടനകളിൽ ചില സംഘടനകളൊക്കെ ഒരു ദിവസമൊക്കെ വനിതാ സംഘടനയൊക്കെ സമരം ചെയ്തെങ്കിൽ അത് ഒന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതെല്ലാം അതെല്ലാം തന്നെ നമുക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാം. നമ്മുടെ വാഹന, പ്രത്യേകിച്ചും KSRTCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 നയങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒന്ന് വികേന്ദ്രീകരിക്കുക, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെയും മറ്റും കാര്യങ്ങൾ വികേന്ദ്രീകരിക്കുക. മറ്റൊന്ന് ജനകീയവൽക്കരിക്കുക. വികേന്ദ്രീകരണം, ജനകീയവൽക്കരണം എന്നീ 2 ആശയങ്ങളുടെ പുറത്താണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ഡിപ്പോകളിലും 94 ഡിപ്പോകളിൽ MLAമാർ, അതാത് സ്ഥലത്തെ MLAമാർ ചെയർമാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഈ ആഴ്ച തന്നെ നിലവിൽ വരും. അതിൻ്റെ എല്ലാ തരത്തിലുള്ള നടപടികളും ഓർഡറുകളുമായി കഴിഞ്ഞു. എല്ലാ നിയമസഭാ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും.
ഒപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ അല്ലെങ്കിൽ മേയർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്കും അതിൽ അംഗത്വം ഉണ്ടായിരിക്കും. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്തെ കൗൺസിലറും അതിലംഗമായിരിക്കും, പഞ്ചായത്താണെങ്കിൽ മെമ്പറായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, വളരെ നാളായിട്ട് ഉള്ള ഒരു പദ്ധതിയായിരുന്നു PM റാഹത്ത് എന്ന പദ്ധതി. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് ഇതുവരെ നടപ്പാക്കാതിരിക്കുകയാണ്. ആ പദ്ധതി എന്താന്ന് പറഞ്ഞാൽ, ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ, ജീവൻ അപായമുള്ള ആക്സിഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജീവാപായം എന്ന് പറയുമ്പോൾ മരിച്ചതല്ല, അതിനുള്ള മരിക്കത്തക്ക തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ആണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അത് 24 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്ത് FIR ഇടണം. അത്ര സാരമല്ലാത്ത ആക്സിഡന്റ് ആണെങ്കിൽ, പരിക്കുകളോടുകൂടിയ ആക്സിഡന്റ് ആണെങ്കിൽ അത് 48 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. FIR ചെയ്യണം. അപ്പൊ ഇത് നമ്മുടെ ആശുപത്രികളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 24 മണിക്കൂർ ആക്സിഡന്റ് കേസ് വരും. അപ്പോൾ ഒരാളവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് കൃത്യമായി ഈ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് SHOമാരുമായി, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തരത്തിൽ ഇതിനെ അപ്ലോഡ് ചെയ്യണം. എന്തായാലും ഇപ്പോൾ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഈ 50 ദിവസത്തിനകത്ത് നമ്മൾ നടപ്പാക്കി. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു, അത് ആരംഭിക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രോഗിക്ക് ഈ കഴിഞ്ഞ ആഴ്ച പൈസ കിട്ടി. കൂടുതൽ ആശുപത്രികളിലേക്ക് അത് വികസിപ്പിക്കണം, സ്വകാര്യ ആശുപത്രികളിലേക്കും അത് വികസിപ്പിക്കാൻ കഴിയും. അതും ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കോർഡിനേഷൻ കമ്മിറ്റി യോഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോർഡിനേഷൻ കമ്മിറ്റി നമ്മളിപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്. ഒപ്പം തന്നെ സെക്രട്ടറിയാണ് അത് കൺവീൻ ചെയ്യുന്നത്. റോഡ് സേഫ്റ്റി കമ്മീഷണറുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണറുണ്ട്, KSRTCയുടെ MD ഉണ്ട്, അതുപോലെ മെട്രോപൊളിറ്റൻ സമിതിയുടെ CEO ഉണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ആദ്യത്തെ യോഗം ഈ കെട്ടിടത്തിൽ തന്നെ ചേർന്നു. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ, നിറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് പോലെ അജണ്ട അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഫയൽ മൂവ്മെന്റിന് വേണ്ടി കണ്ടമാന സമയം കളയാതിരിക്കുക. നമ്മുടെ LSC വകുപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ആഴ്ചയും ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റി കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, 50 ദിവസത്തെ കാര്യം എന്നുള്ളത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, ഈ കോപ്പി എല്ലാവർക്കും തരുന്നുണ്ട്. വാഹന നികുതികൾ കുറച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള വാഹന നികുതി ഇളവ് പരിധി 7 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ PSCയുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ 60 പേരെ നിയമിച്ചു. 60 പേരെ MVI, AMVI തസ്തികകളിൽ നിയമിച്ചു കഴിഞ്ഞു. ഭിന്നശേഷി പാസിന് 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായിട്ട് നമ്മളതിൻ്റെ വരുമാന പരിധി ഉയർത്തി. കാരണം 2,000 രൂപ പെൻഷൻ കിട്ടുന്ന ആൾക്ക് 24,000 രൂപ വരുമാനം ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആർക്കും കിട്ടില്ല. അപ്പോൾ നമുക്ക് 50,000 അത് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ KSRTCയിലെ ഒരു നമ്പർ 149 നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷണാർത്ഥം വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പത്രമാധ്യമങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമുണ്ടോ. 24 hours 149 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ അവിടെ ഒരു വളരെ സജീവമായൊരു കോൾ സെൻറ്റർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അവരെയൊക്കെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുക മാത്രമല്ല, അവർക്ക് നല്ല പ്രോത്സാഹനം, സമ്മാനങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഓരോ 3 മാസം കൂടുന്തോറും ബെസ്റ്റ് ഡ്രൈവർ, ആ ഡിപ്പോയിൽ ഏറ്റവും നല്ല ഡ്രൈവർ,